ഹായ് വെൽക്കം ടു തൊള്ളായിരം കണ്ടി ട്രിപ്പ് വ്ലോഗ്. കൃത്യം 6:30 നമുക്ക് കൂറ്റനാട് എത്തണം. അവിടെ നിന്നാണ് ബസ് സ്റ്റാർട്ടിങ്. സോ ഞാൻ ഏതുനെയും കൂട്ടി വേഗം പോന്നു. അത് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. പിന്നെ വളാഞ്ചേരി മലപ്പുറം ഭാഗത്തു നിന്നൊക്കെ ഓരോരുത്തരായിട്ട് കയറി കാലിക്കറ്റിന് കുറച്ച് പേര് പിക്കപ്പ് ഉണ്ടായിരുന്നു. സോ നമ്മൾ കാലിക്കറ്റിൽ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ വയ്യ കേട്ടോ, ഒരു പരിചയമില്ലാത്ത കുറച്ച് പേരുടെ കൂടെ ഞാൻ ട്രിപ്പ് പോയി എന്നുള്ളത്. ഇത് ഷഹനാസ്, ഈ ട്രിപ്പിന്റെ കോർഡിനേറ്റർ. പിന്നെ എനിക്ക് ഈ കൂട്ടത്തിൽ അറിയാവുന്ന ഒരേ ഒരാൾ. എല്ലാവരും പേര് പറഞ്ഞ് പരിചയപ്പെട്ടതിന് ശേഷം ഒരു ഗെയിമാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. യെസ്, ഗെയിമില് ഞങ്ങളുടെ ടീം തന്നെ ജയിച്ചു. ഇനി കുറച്ച് ഡാൻസ് ആവാം. ഇതില് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, എല്ലാവരും ഏജിലായാലും അങ്ങനെ പല കാര്യങ്ങളും ഡിഫറൻസ് ഉണ്ടായിരുന്നു. പക്ഷെ വൈബിന്റെ കാര്യത്തിൽ എല്ലാവരും സെയിം ആയിരുന്നു. എല്ലാവരുടെയും ഡാൻസിന്റെ ക്ഷീണം മാറ്റാൻ എന്തായാലും ലഞ്ച് കഴിക്കണം. ട്രെക്കിംഗ് ഉള്ളതുകൊണ്ടും പോകുന്ന വഴിയിൽ വല്ല പണിയും കിട്ടുമോ എന്നുള്ള പേടിയുള്ളതുകൊണ്ടും നോൺ വെജ് ആരും ട്രൈ ചെയ്തില്ല. ഇവിടെ നിന്നാണ് നമ്മൾ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സൂചിപ്പാറ വാട്ടർഫോൾസ് ആണ് നമുക്ക് എത്തേണ്ട ഡെസ്റ്റിനേഷൻ. സോ വാ പോവാം. അത്യാവശ്യം ദൂരം നടക്കാനുണ്ടായിരുന്നു. അതുപോലെ പടികൾ കണ്ടപ്പോൾ ആശ്വസിച്ചെങ്കിലും പക്ഷെ അത്ര നല്ല നടക്കാൻ സുഖമുള്ള പടികളൊന്നും ആയിരുന്നില്ല. ആൻഡ് ഓൾസോ അത്ര ഡേഞ്ചർ ആയിട്ടുള്ളൊരു വഴിയായിട്ടും തോന്നിയില്ല. ദൂരന്നേ നമുക്ക് സൗണ്ടൊക്കെ കേൾക്കാനുണ്ടായിരുന്നു വാട്ടർഫോൾസിന്റെ. ഫൈനലി നമ്മൾ അവിടെ എത്തി. ആൻഡ് ഇത് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ട്രിപ്പിൽ എനിക്ക് ഒരു ഫേവറേറ്റ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് സൂചിപ്പാറ വാട്ടർഫോൾസിൽ സ്പെൻഡ് ചെയ്ത ടൈം ആയിരുന്നു കേട്ടോ. പോയ സ്റ്റെപ്പുകളും നോർമല്ല. കുറേ കയറിയിട്ട് ഇവിടെ എത്തിയപ്പോൾ കഴിഞ്ഞെന്ന് വിചാരിച്ചപ്പോൾ അതാ കാണിച്ചരാം ഗൈസ്. അങ്ങോട്ട് നോക്ക്. ഇറങ്ങുന്ന പോലെയല്ല, തിരിച്ചു കയറാൻ നല്ല പാടാണെന്ന് ആലോചിച്ച് ഞങ്ങൾ എല്ലാവരും വിഷമിച്ചിരിക്കുന്ന സമയത്ത് പടച്ചോൻ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. എങ്ങനെയാന്നല്ലേ, നല്ല കോടമഞ്ഞും കൂടെ നല്ല മഴയും തന്നു. ആ ഒരു മൊമെന്റിൽ ഐ തോട്ട് ഇതായിരിക്കും എനിക്ക് കിട്ടിയ ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ ഞാൻ എടുത്തൊരു ബെസ്റ്റ് ഡിസിഷൻ ഇതാണെന്ന്. ആഫ്റ്റർ ട്രെക്കിംഗ് ഞങ്ങളിപ്പോ ക്യാമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഞങ്ങൾ ട്രെക്കിംഗ് ഒക്കെ കഴിഞ്ഞു ഫ്രഷായി ചായ കുടിക്കാൻ പോവാം. ഞാൻ പഴംപൊരി, ഈ കുട്ടികൾ സെയിം ഇവിടെ പരിപ്പുവട, എന്തുവട, ഉള്ളിവട കഴിച്ചിട്ട് വരാം. ഓക്കെ, ഇനി നമുക്ക് ഇനി ക്യാമ്പ് ഫയറിനും ഇവിടെ വെളിച്ചം. ആരെ വിളിച്ചിരിക്കുന്നു കുട്ടി? അപ്പൊ ഇനി നമുക്ക് ക്യാമ്പ് ഫയറിന് കാണാം. യെസ്, ക്യാമ്പ് ഫയറിന് പോവാം. അട്ട കടിച്ചു, ഓൾറെഡി ബ്ലഡൊക്കെ വന്ന് സീനായിട്ടിരിക്കാൻ. ഞാനിപ്പോ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എന്റെ കൂടെ ഒരാളും കൂടി ഉണ്ടായിരുന്നു. വേറെ ആരുമല്ല, അട്ട. അത് ഞാൻ അറിഞ്ഞില്ല. ബ്ലഡൊക്കെ കുടിച്ച് ആൾ അവശ്യം ഇറങ്ങി പോയതിനു ശേഷം റൂമിൽ വീണ് കിടക്കണ കണ്ടിട്ടാണ് കേട്ടോ അറിഞ്ഞത്. ആൻഡ് നമ്മൾ ക്യാമ്പ് ഫയറിന് പോവാണ്. അവിടെ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവര് ക്യാമ്പ് ഫയറിനുള്ള ഫയറും കാര്യങ്ങളൊക്കെ റെഡി ആക്കി. അപ്പൊ ഇതിനിടയിൽ ഡിന്നറൊക്കെ കഴിച്ചു. പക്ഷെ ഞാൻ വീഡിയോ എടുത്തില്ല. അനുക്കൂട്ടൻ വീഡിയോ കോൾ ചെയ്യായിരുന്നു. അപ്പൊ അത് മിസ്സായി എനിക്ക്. നമ്മൾ ടെന്റ് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നിങ്ങൾക്ക് 2 ബെഡുണ്ട്. ശരിയാ, ചാർജ് ചെയ്യാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അപ്പൊ ആദ്യം തന്നെ പാടാൻ അറിയുന്നവരെ കൊണ്ട് പാട്ടൊക്കെ പാടിയിട്ടാണ് നമ്മൾ ക്യാമ്പ് ഫയർ സ്റ്റാർട്ട് ചെയ്തത്. ഈ വീഡിയോ കാണുന്ന ലേഡീസിനോട് മാത്രമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. അതായത് നമ്മൾ ഒരു തവണയെങ്കിലും ലേഡീസ് ഓൺലി ട്രിപ്പ് പോകണം. അതും സ്ട്രേഞ്ചേഴ്സിന്റെ കൂടെ തന്നെ പോകണം. നമുക്കൊട്ടും പരിചയമില്ലാത്ത ആളുടെ കൂടെ തന്നെ പോകണം കേട്ടോ. ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ സത്യം നമുക്കത് വേറൊരു ഫീലിംഗ് അല്ലെങ്കിൽ ഒരു റിയലൈസേഷനൊക്കെ തരും. നിങ്ങൾ സോ ഗേൾസ്, മറക്കണ്ട, ലൈഫിൽ 1 ടൈം ഇത് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. അടിപൊളിയാണ്. ആഫ്റ്റർ സിംഗിങ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ഗെയിമാണ് നമ്മൾ ചെയ്തത്. ആക്ട് ചെയ്യുക, എന്നിട്ട് ആ സോങ് കണ്ടുപിടിക്കുക. അങ്ങനെ എനിക്കും കിട്ടി ടാസ്ക്. ഞാൻ ആക്ട് ചെയ്യുന്ന സോങ് ഏതാണ് നിങ്ങൾ ഇതിൽ ആൻസർ കാണുന്നതിന്റെ മുന്നേ ഒന്ന് കമന്റ് ചെയ്ത് നോക്കണേ. ഇറ്റ് വിൽ ബി ഈസി, കാരണം ഞാനാണല്ലോ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഒരു ഫണ്ണായിട്ട് എടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുയിൽ.
തേൻ തേൻ കുയിൽ തേൻ കാണാതെ ഞാനൊരു സംഭവം തന്നെ അല്ലേ. ഓക്കെ, അപ്പൊ ഗെയിമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇനി ഡാൻസ്. എല്ലാവരും ഫുൾ എനർജി, ഫുൾ വൈബ്, അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പർ ആയിരുന്നു. അപ്പോൾ ഗെസ് ഞങ്ങൾ ഉറങ്ങാൻ പോവാണ്. ടെൻറ്റിലാണ് കിടക്കാൻ പോണത്. ഇന്ന് ഞങ്ങളുടെ സ്റ്റേ വരുന്നത് ടെൻറ്റിലാണ്. സോ ഗുഡ് നൈറ്റ്, നാളെ രാവിലെ കാണാം. ഗുഡ് മോർണിംഗ്. ഞങ്ങളപ്പോൾ ഉണർന്നു, 5:30 ഞങ്ങൾ സൺറൈസ് കാണാനുള്ള പ്ലാനാണ്. അതിൻ്റെ മുന്നേ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. എങ്ങനെ ഉണ്ടായിരുന്നു? ഉറങ്ങാനൊക്കെ പറ്റിയ അടിപൊളി ഇരുന്നതേ. നല്ല തണുപ്പൊക്കെ ഉണ്ട്, ബട്ട് കുഴപ്പമില്ല, നല്ല സുഖമായിട്ട് കിടക്കാൻ പറ്റി. ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ സൺറൈസ് കാണാൻ പോയി. അവിടെ നമുക്ക് ഉയരത്തിൽ നിന്ന് കാണാനുള്ളൊരു സ്പേസ് ഉണ്ടായിരുന്നു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. സൺറൈസ് നമ്മൾ നാട്ടിൽ നിന്ന് കാണുന്നുണ്ടെങ്കിലും കൂടിയിട്ട് ഇതൊരു നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കാരണം ആ ഒരു ക്ലൈമറ്റ്, നമുക്ക് നല്ലൊരു തണുപ്പും ചുറ്റും കാടും ഇതൊക്കെ ആയിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ താഴേക്ക് വന്ന് പിന്നെ ടീ ആണ്, എല്ലാവരും ടീ കുടിച്ചിട്ട് ഇനി നമുക്ക് ഒരു പ്രൈവറ്റ് വാട്ടർഫോൾ ഉണ്ട്, അങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പം എല്ലാവരും ചായ കുടിച്ച് റെഡി ആയിട്ട് അങ്ങോട്ട് പോകാനുള്ള. അപ്പം എനിക്ക് ഓൾറെഡി പേടിയുണ്ട് അട്ടയുടെ കാര്യത്തിൽ, കാരണം ഇന്നലെ എനിക്കൊരു അട്ടയുടെ കടി കിട്ടി. അപ്പം പാൻറ്റൊക്കെ ഷൂസിൻ്റെ ഉള്ളിലേക്ക് നല്ല ഇറക്കിയിട്ട് ഷൂ ഒക്കെ സെറ്റാക്കി നിൽക്കുകയാണ് കേട്ടോ ഞാൻ. ഇനിയാണ് ശരിക്കും കഥ തുടങ്ങുന്നത്. എൻ്റെ അല്ല, അട്ടയുടെ. ഇവിടുന്ന് അങ്ങോട്ട് വ്ളോഗർ ചെറുതായിട്ടൊന്ന് മാറുന്നുണ്ട്. കാര്യം എന്താണെന്ന് ഞാൻ പിന്നെ പറയാം. ട്രക്കിങ്ങിലാണ് അട്ട. ചവിട്ടിക്കോട്ടെ ഗൈസ്. അട്ടന് ഇപ്പൊ സംഭവം ഏകദേശം പിടികിട്ടി കാണുമല്ലോ. ഞങ്ങൾക്ക് മുന്നിൽ പോയ ആൾക്കാരുടെ കാലിൽ അട്ട കയറിയതിൻ്റെ ആ കോലാഹലങ്ങളാണ് കേൾക്കുന്നത്. അത് കേട്ട ഉടനെ ഞാൻ എൻ്റെ കൂടെ വന്നവരൊക്കെ അതേ സ്പീഡിൽ തിരിച്ച് ക്യാമ്പിൽ പോയി. അപ്പം എൻ്റെ ക്യാമറ ആ കുട്ടികളുടെ കയ്യിലായിരുന്നു, അതുകൊണ്ടാണ് ഈ വിഷ്വൽസ് ഒക്കെ കിട്ടിയത്. ഈ ട്രിപ്പിൽ എനിക്ക് കുറച്ച് പേരോട് നല്ല കണക്ഷൻ ഉണ്ടായി. അതിൽ 2 പേരാണ് കേട്ടോ ഈ കുട്ടികൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, ഒരു സിസ്റ്റർ വൈബ് ഇവരുടെ അടുത്ത് നല്ലോണം എനിക്ക് കണക്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കാര്യം വിട്ടുപോയി, ഞങ്ങൾ തിരിച്ച് പേടിച്ച് കയറിയെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സോൾട്ട് വാട്ടറൊക്കെ കയ്യിൽ പിടിച്ച് ഞങ്ങൾ ഫുൾ സെറ്റപ്പുമായിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ചു പോയി വാട്ടർഫോൾസൊക്കെ കണ്ടു കേട്ടോ. അതും നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങൾ വാട്ടർഫോൾസിൽ കുളിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രഷ് ആയിട്ട് അവിടുന്ന് ക്യാമ്പിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ആൻഡ് ഇതാണ് അനുപമ. ഞാൻ പറഞ്ഞില്ലേ ട്രിപ്പിൽ എനിക്ക് കുറച്ച് പേരോട് കണക്ഷൻ കൂടുതലുണ്ടായിരുന്നു എന്ന്, അതിലൊരാളാണ് കേട്ടോ അനുപമ. എന്താ അറിയില്ല, ഒരു പേഴ്സണലി എനിക്ക് എന്തോ ഒരു ഇഷ്ടം തോന്നിയ ഒരു ക്യാരക്ടർ. ഒരു പരിചയം ഇല്ലാഞ്ഞിട്ടും എത്രയോ മുന്നേ പരിചയമുള്ള ഒരാളുകളെ പോലെ, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ബോണ്ട് എനിക്ക് ആ കുറച്ച് സമയം കൊണ്ട് അനുപമയുടെ അടുത്ത് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് കൂടിയാണ് ഈ ഒരു ട്രിപ്പ് എനിക്ക് ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് തന്നതെന്ന് പറഞ്ഞത്. ഇവിടുന്ന് നമ്മൾ പോകുന്നത് ചൂരൽമലയാണ്, മുണ്ടക്കൈ അപകടം നടന്ന സ്ഥലം. അതിനെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ ഇത്രയും ട്രിപ്പിലുണ്ടായിരുന്ന ഒരു മൂഡായിരുന്നില്ല. ആ സ്ഥലത്ത് നമ്മൾ ഇറങ്ങി ബസ് ഇറങ്ങുമ്പോൾ നേരെ കാണുന്നത് ഈ ഒരു വലിയ ഫ്ലെക്സാണ്. ഈ ഫ്ലെക്സിൽ കാണുന്നവരെല്ലാവരും കുഞ്ഞു മക്കളടക്കം കുറേ പേര് ആ ഒരു അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരാണ്. ഈ പാലം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഈ ഒരു സ്ഥലത്ത് പോയിട്ട് എന്താ പറയുക, എല്ലാവരുടെ കണ്ണും നനഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര ഒരു വിഷമത്തിലായിരുന്നു കേട്ടോ. അത് ആ സ്ഥലത്ത് പോയ ഒരാൾ പോലും കരയാത്തതായിട്ടുണ്ടാവും. സ്കൂളിന്റെ ഫ്രണ്ടിലാണ് കേട്ടോ നിൽക്കണേ. കാണിച്ചു തരാം. സ്കൂൾ ബാക്കിൽ എന്തോ ഉള്ളൊരു സാഡ്. നോർമൽ ഒരു ഡേ എല്ലാ ദിവസവും സന്തോഷത്തോടെയും ഇതിലും ഭക്ഷണം കഴിച്ച് ഫാമിലിയായിട്ട് കിടന്നുറങ്ങിയിട്ട് പെട്ടെന്നൊരു ദിവസം ഒരു സമയത്ത് ഇതൊക്കെ സംഭവിച്ച് ഒരു പ്രദേശം മൊത്തം രാവിലെ എണീക്കുമ്പോൾ ഇല്ലാത്തൊരവസ്ഥ. തൊട്ടടുത്ത് കിടന്ന അമ്മ, ഉമ്മ, ഉപ്പ, അനിയത്തിമാർ, അങ്ങനെ ആരും ഇല്ലാത്തൊരവസ്ഥ. ഭയങ്കര സ്കൂളാണ് കേട്ടോ എൻ്റെ ബാക്കിൽ കാണുന്നത്. ഇത്രയും വലിയ പാറകളാണ് വീണിട്ടുണ്ടായിരുന്നത്. ഇവിടെ നിൽക്കുമ്പോഴും എല്ലാവരും ഒരു എന്താ പറയുക, അത്രയും ആരുടെ ഉള്ളിലൊരു ഹാപ്പിനെസ് ഇല്ല, അത്രയും സാഡായിട്ടാണ് എല്ലാവരുടെ ഫേസ് ഉള്ളത്.
ആ കാണുന്ന ആ പോർഷനാണ് കേട്ടോ ഇടിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നത്. കുറേയൊക്കെ വീഡിയോസ് ഞാൻ എടുത്തില്ല. അവിടെ എത്തുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് ഭയങ്കര എന്താ പറയുക ഓക്കെ അല്ലായിരുന്നു. നമുക്ക് അവിടെ ഒഴുകിയിട്ട് എത്ര ദൂരം വരെ പോയി എന്നും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുമായിരുന്നു. ആ ഒരു വിഷമമാണ് എല്ലാവരുടെ മുഖത്തോട്ടാ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇവിടുന്ന് നല്ല വെയിലായിരുന്നു. അപ്പോൾ സംഭാരം കുടിച്ചു അവിടെ ഉള്ളൊരു ചെറിയ കടയിൽ നിന്ന്. അത് കഴിഞ്ഞ് ജീപ്പ് വരും, മുകളിലേക്കാണ് നമുക്ക് കയറാനുള്ളത്. അപ്പം ജീപ്പിലാണ് പോണത്. അതായത് അവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്, വേൾഡിലെ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്ലാസ് ബ്രിഡ്ജാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. കരച്ചില് പിടിച്ചിലൊക്കെ കണ്ടിട്ട് വരാം. എന്താ പൊട്ടാത്ത്? ഹലോ കേട്ടില്ലല്ലോ. കിടന്നവനാണ്, കണ്ടാ മതി. നമുക്കൊപ്പം പോവാം. പക്ഷെ നമ്മൾ ഇത്രയും പേരുള്ള പിടിക്കരുത്. എന്ത് പൊട്ടാത്ത്? ആ അവിടെ മാത്രം പൊട്ടുള്ളൂ. അവിടെയാണ് ഞാനിതുവരെ താഴെ നോക്കിയിട്ടില്ലേ. ഇവിടെ താഴെ കാണുന്നില്ല, ഇവിടെ കാണുന്നില്ല. അത് ലേറ്റ് ആയിട്ടേ തോന്നുന്നുള്ളൂ. അതുകൊണ്ട് പേടിക്കാല്ല. നമുക്ക് പേടില്ല, പേടിയല്ലേ? ഇനിയല്ല അവിടെ വരുമ്പോ പേടിച്ചിട്ട് ഞങ്ങൾക്ക് പറയും. അങ്ങനെ നമ്മള് ഗ്ലാസ് ബ്രിഡ്ജിൽ അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. അടിപൊളിയായിരുന്നു. പിന്നെ ഡിജിറ്റൽ ആ ഒരു സൗണ്ടും ഇതൊക്കെ നല്ല എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം അവിടെ നിന്ന് നമ്മൾ താഴോട്ട് പോയിട്ട് നമ്മൾ വരുമ്പോൾ ലഞ്ച് കഴിച്ച അതേ സ്പോട്ടിൽ തന്നെയാണ് ലഞ്ച് കഴിക്കാൻ പോയത് കേട്ടോ. ഇങ്ങനെ എല്ലാവരും നമ്മൾ നോക്കുമല്ലോ, 19 വയസ്സായി എനിക്ക്. അപ്പം ഞാൻ അങ്ങനെ നോക്കുമ്പോൾ ബാക്ക് സൈഡിൽ ഒരു കുട്ടി, ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ നല്ല രസമുള്ളവരെ കാണാൻ. ഞാൻ അവള് പറഞ്ഞു പറയിപ്പിച്ചല്ല, അവളും കൂടി പറയും. ഞാൻ അവളെ ഇങ്ങനെ വായി നോക്കുമായിരുന്നു, നല്ല രസമുള്ള കുട്ടി. പിന്നെ നോക്കുമ്പോൾ അവളെ എന്നെ നോക്കണപ്പോൾ ഞാൻ തിരിയും. പിന്നെയാണ് പറഞ്ഞത്, എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഈ വണ്ടിയിൽ ഒരു ബ്ലോഗർ ഉണ്ട്. പക്ഷെ ബ്ലോഗർ ഇതാക്കട്ടെ. അപ്പൊ ഞാൻ അവളോട് റെഡി, ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതിന് വായി നോക്കുന്നുണ്ട്, നല്ല രസത്തെ കാണാൻ. അപ്പം താങ്ക് യു സോ മച്ച്. കൂട്ടത്തിൽ നല്ല ആക്റ്റീവായിട്ടുള്ളൊരു ആളും കൂടി ആയിരുന്നു കേട്ടോ ടീച്ചർ പറഞ്ഞ വാക്കുകൾ എന്തായാലും എനിക്കൊരു നല്ല സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച് ടീച്ചർ. ഈ വീഡിയോ കാണുകയാണെങ്കിൽ താങ്ക് യു. ആൻഡ് ഫൈനലി നമ്മൾ തിരിച്ചു പോകുന്ന കുറേ വീഡിയോസ് ഒന്നും എടുത്തില്ല, എല്ലാവരും ടയർഡായിരുന്നു. ഞാൻ ഓരോരുത്തർ ഇറങ്ങേണ്ട സ്ഥലം എത്തുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. പ്രത്യേകിച്ച് അനുപമ പോകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. പേഴ്സണലി ഒരു കണക്ഷൻ തോന്നിയ ആളായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ലേറ്റായി പ്രതീക്ഷിച്ചതിനേക്കാളും. പക്ഷെ എന്താ പറയുക, ലൈഫിൽ ഇതുപോലൊരു എക്സ്പീരിയൻസ് എനിക്ക് ആദ്യമായിട്ടാണ്. അടിപൊളിയായിരുന്നു കേട്ടോ, ഞാൻ മറക്കാൻ പറ്റില്ല. അപ്പം എല്ലാവരും ഒന്ന് ഇതേപോലെയൊക്കെ ഒന്ന് യാത്രയൊക്കെ പോവാം. അപ്പം അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.